നമസ്കാരം. ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണിത്. നമ്മളിൽ പലരും ഒരുപക്ഷെ ഇൻകം ടാക്സ് തന്നെയായിരിക്കാം ഫയൽ ചെയ്യുന്നത്. ഇപ്രാവശ്യം സെപ്റ്റംബർ 15-ാം തീയതിയിലേക്ക് അതിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതൊക്കെ നമ്മൾ പലപ്പോഴും അറിഞ്ഞിട്ടുണ്ടാവും. തന്നെത്താനെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നവരെ, പ്രത്യേകിച്ച് ITR 1 ഫയൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപ്പറ്റി ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ITR 1ഉം ITR 4ന്റെയും ഫോമാണ് ഇതുവരെയായിട്ടും റിലീസ് ആയിട്ടുള്ളത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ചില മാറ്റങ്ങൾ ഈ ഫോമിലുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ITR 1ൽ സാധാരണയായിട്ട് ഫയൽ ചെയ്യുന്നത് 50 ലക്ഷത്തിന് താഴെ വരുമാനം ഉള്ളവരാണ്. അത് ഒരുപക്ഷെ സാലറി ആവാം, പെൻഷൻ ആവാം. അത്തരത്തിൽ 50 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവരാണ് ITR 1ൽ ഫയൽ ചെയ്യുന്നത്. ITR 1ൽ വരുന്ന പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം അതിനകത്ത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉള്ളവർക്ക് കൂടെ അതിനകത്ത് ഫയൽ ചെയ്യാം എന്നുള്ളതാണ്. ഏതാണ്ട് 1,25,000 രൂപ വരെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ലിസ്റ്റഡ് ഷെയർസിലോ അല്ലെങ്കിൽ ഇക്വിറ്റി ഫണ്ട്സിലോ അത്തരത്തിൽ പ്രോഫിറ്റ് ഉള്ളവർക്ക് 1,25,000 വരെ മാത്രമേ പാടുള്ളൂ. അതുവരെയുള്ളവർക്ക് ITR 1 ഫയൽ ചെയ്യാം. ഇതുകൂടാതെ നമുക്ക് അറിയാം ഒരു വീടുള്ളവർക്ക് ഹൗസ് പ്രോപ്പർട്ടി ഉള്ളവർക്കും ഈ ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ബാക്കിയുള്ളത് അതർ സോഴ്സ് എന്ന് പറയുമ്പം ഇൻകം നമുക്ക് ഇൻട്രസ്റ്റിൽ നിന്നുള്ള ഇൻകം ആകാം, അല്ലെങ്കിൽ ഡിവിഡൻഡ് ആവാം, അതുപോലെ തന്നെ ലോട്ടറി അങ്ങനെയുള്ള ഇൻകങ്ങളൊക്കെ വരുന്നവർക്ക് ITR 1 നമുക്ക് ഫയൽ ചെയ്യാം. അതിനകത്ത് പ്രധാന വ്യത്യാസം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 1.25 ലക്ഷം രൂപ വരെയുള്ളവർക്ക് ഇനി മുതൽ നമുക്ക് ഈ വർഷം നമുക്ക് ITR 1 ഉപയോഗിക്കാം. ഇതിനു മുമ്പാണ് ITR 2 ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിനകത്ത് നമുക്ക് നഷ്ടമൊന്നും ക്ലെയിം ചെയ്യാൻ പാടില്ല. 1.25 ലക്ഷത്തിൽ കൂടുതൽ പ്രോഫിറ്റ് വന്നാലും ITR 1 നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. 1.25 ലക്ഷം വരെ എക്സംപ്റ്റഡ് ആണ്. ഇതിൽ ടാക്സ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നില്ല. ഇനി രണ്ടാമത്തേത് ആധാർ മാൻഡേറ്ററി ആണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് റെസിഡൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആധാർ മാൻഡേറ്ററി ആണ്. ഇതിനു മുമ്പ് നമുക്ക് എൻറോൾമെന്റ് നമ്പർ കൊടുത്ത് വേണമെങ്കിൽ ഫയൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി അത് നടക്കില്ല. ആധാർ തന്നെ വേണം. ഈ മൂന്നാമത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ ഈ TDS ആണ്. TDS എല്ലാ ഫോമിലും, അതായത് ITR 1ഓ 2ഓ 3ഓ 4ഓ ഏത് ഫയൽ ചെയ്താലും TDS നമുക്ക് പിടിച്ചിരിക്കുന്നത് ഏത് സെക്ഷൻ ആണെന്ന് നമ്മൾ കൃത്യമായിട്ട് കാണിച്ചിരിക്കണം. ഇപ്പോൾ പ്രൊഫഷണൽ ആയാലും റെന്റ് ആയാലും ഏതിൽ നിന്നാണ് നമ്മൾ TDS പിടിച്ചിരിക്കുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് അത് കാണിച്ചിരിക്കണമെന്നും ഇതിൽ പറയുന്നുണ്ട്. അതായത് കൃത്യമായിട്ട് സെക്ഷൻ നമ്പർ നമ്മൾ ITRന് നമ്മൾ കോട്ട് ചെയ്യേണ്ടതുണ്ട്. ഇനി മൂന്നാമത്തെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ആണ്. ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പല ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടാവാം. അതിൽ നമ്മൾ ഉപയോഗിക്കാത്ത 1-2 വർഷമൊക്കെ തീർത്തും ഉപയോഗിക്കാത്ത ഒഴിച്ച് ബാക്കി എല്ലാ ബാങ്കുകളുടെയും വിവരങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ കൊടുത്തില്ലെങ്കിൽ തന്നെ ഇത് AISനകത്ത് ഈ ഡേറ്റ ഉണ്ടാവും. ഇതൊരു ക്രോസ് ചെക്ക് ചെയ്യുന്നതിന് ആയിരിക്കാം IT ഡിപ്പാർട്ട്മെന്റ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവിധ ബാങ്കിന്റെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ബാങ്കിന്റെ ഡീറ്റെയിൽസും നമ്മൾ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. ഇനി നമുക്ക് ITRന്റെ സ്ലാബുകളെ പറ്റി നമുക്ക് അറിയാം. ഓൾഡ് റെജീമും ന്യൂ റെജീമിലുമാണ്. ഇപ്പോൾ ഓൾഡ് റെജീമിലാണെങ്കിൽ 2.5 ലക്ഷം വരെ നമുക്ക് ടാക്സ് കൊടുക്കണ്ട. 2.5 to 5 വരെ 5%, 5 തൊട്ട് 10 വരെ 20%, 10ന് മുകളിൽ തന്നെ 30% ആണ് കൊടുക്കേണ്ടത്. ഇതിന് നമുക്ക് 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു എക്സംഷൻ ഉണ്ട്. 3 ലക്ഷമായിട്ടും അതിലും സീനിയർ സിറ്റിസൺ, അതായത് 80 വയസ്സ് വരെയുള്ളവർക്ക് 5 ലക്ഷമായിട്ടും ഉള്ളതുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ന്യൂ റെജീമിൽ 3 ലക്ഷമാണ്. 3 ലക്ഷം വരെയുള്ളവർക്ക് ടാക്സ് ഇല്ല. 3 to 7 lakhs വരെ 5%, 7 to 10 lakhs വരെ 10%, 10 തൊട്ട് 12 വരെ 15%, 12 തൊട്ട് 15 വരെ 20%, 15ന് മുകളിൽ ഏതാണ്ട് 30%. ഇതുകൂടാതെ സർചാർജിന്റെ ഫീസ് 10%, 15%, 25% അങ്ങനെ ഉണ്ട്. അതുപോലെ തന്നെ സെസ് 4% നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതിൽ മറ്റൊന്ന് ഡിസ്ക്ലോഷർ മാൻഡേറ്ററി ആണെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അതിന് കൊടുക്കുന്ന ഡേറ്റകളെല്ലാം, അതായത് ബ്രേക്കപ്പ് ഡേറ്റകളും അതിന്റെ എക്സംഷനും കിട്ടുന്നത്, അതിനുള്ള ഡിസ്ക്ലോഷർ മുഴുവൻ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹൗസ് റെന്റ് അലവൻസ് ആണെങ്കിൽ നമ്മൾ അതിന്റെ പ്ലേസ് ഓഫ് വർക്ക്, ബേസിക് സാലറി, ആക്ച്വൽ HRA റിസീവ്ഡ് അല്ലെ റെന്റ് പെയ്ഡ്, ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചിരിക്കണം. ഈ സെക്ഷൻ 80C പ്രകാരമുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അതിന് ഇപ്പോൾ ഇൻഷുറൻസ് ആണെങ്കിൽ അതിന്റെ പോളിസി നമ്പർ, ഡോക്യുമെന്റ് ഐഡന്റിഫിക്കേഷൻ നമ്മൾ കൊടുത്തിരിക്കണം. ഇനി സെക്ഷൻ 80D പ്രകാരം മെഡിക്കൽ ഇൻഷുറൻസ് ആണ്, ആ ഇൻഷുറൻസ് കമ്പനി പോളിസി നമ്പർ നമ്മൾ കൊടുക്കണം. അതുപോലെ എഡ്യൂക്കേഷൻ ഹൗസിംഗ് ലോൺ ആണെങ്കിൽ അതിന്റെ ബാങ്ക് നെയിം, ലോൺ അക്കൗണ്ട് നമ്പർ, സാങ്ഷൻ ഡേറ്റ്, ലോൺ എമൗണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കണം. ഇതിൽ നമ്മൾ ഓൾഡ് റെജിമിലുള്ളവർക്കാണ് കൂടുതലായും ഇത്തരം കാര്യങ്ങൾ പാലിക്കേണ്ടത്. ഈ സെക്ഷൻ 80DDB പ്രകാരം മെഡിക്കൽ ട്രീറ്റ്മെന്റ്, എന്തെങ്കിലും ഒരു അസുഖത്തിന് വേണ്ടിയിട്ടാണ്, ആ അസുഖത്തിന്റെ ഡീറ്റെയിൽസും അതിന്റെ നെയിമും എല്ലാം കൊടുത്തിരിക്കണം. ഒരേ ഇൻഷുറൻസ് ക്ലെയിം, അത് ഒരേ പോളിസി ഒന്നിൽ കൂടുതൽ ആൾക്കാർ ക്ലെയിം ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ നടപടിയുള്ളത്. 50 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവരെ അവരുടെ ആസറ്റ് ആൻഡ് ലൈബിലിറ്റീസ് ITR ഫോമിൽ വെളിപ്പെടുത്തിയിരിക്കേണ്ടത് ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. അത് 50 ലക്ഷം എന്നുള്ളത് 1 കോടിയിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 1 കോടിക്ക് മുകളിലുള്ളവർ മാത്രം ഇത്തരത്തിലുള്ള രേഖകൾ ITR
ഫോമിൽ കൊടുത്താൽ മതി. ഇനി മറ്റൊന്ന് ഈ ITRന്റെ നമ്മൾ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ, അതായത് ഇന്ററിം ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ജൂലൈ 23-നാണ് ഫുൾ ബഡ്ജറ്റ് വന്നത്. അപ്പോൾ ആ ജൂലൈ 23 എന്നുള്ള ഡേറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമുക്കറിയാം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ഇതിനു മുമ്പ് 10%-വും 15%-വുമായിരുന്നു ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. അത് മാറ്റിയിട്ടുണ്ട്. അത് 12.5% ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും 20% ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്രാവശ്യം ഫയൽ ചെയ്യുമ്പോൾ ജൂലൈ 23-ന് മുമ്പിലുള്ള, അതായത് പഴയ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടൈം ക്യാപിറ്റൽ 10-ഉം 15-ഉമായിട്ടും ഇനി 23-ന് ശേഷമുള്ളത് 12.5-യും 20-ഉമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വേണം കാണിക്കാം. ഇനി ITR നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ചില മിസ്റ്റേക്കുകളാണ്. ഇപ്പോൾ ഇൻകറക്റ്റ് ITR ഫോം സെലക്ഷൻ. നമുക്ക് ഇപ്പോൾ കൃത്യമായിട്ട് ഏത് ITR ഫോമാണ് വേണ്ടതെന്നുള്ള കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു ഡേറ്റ മിസ്മാച്ച് ആയി കഴിഞ്ഞാൽ നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സെലക്ട് ചെയ്യുന്ന ITRന്റെ ആ ഫോം നമ്പറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ മിസ്മാച്ച്ഡ് ഡേറ്റ, നമുക്കിപ്പോൾ ITR ഫയൽ ചെയ്യുന്നതിന് മുമ്പ് AISഉം TISഉം ഒക്കെ കൃത്യമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഡീറ്റെയിൽഡ് എല്ലാം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രം ഫയൽ ചെയ്യുക. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്ന് ഈ നോട്ട് എൻറ്ററിങ് ദ സാലറി ഡീറ്റെയിൽസ് ഫ്രം ഓൾ എംപ്ലോയേഴ്സ്. അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ സ്ഥാപനത്തിൽ ചിലപ്പോൾ ഒരു വർഷത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഫുൾ ഡേറ്റ കൊടുക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അവിടെ നോട്ടീസ് വരാനുള്ള കാരണമാകും. അതുപോലെ നമുക്ക് എല്ലാ ക്ലെയിമും ഡിഡക്റ്റ് ചെയ്യാതിരിക്കുന്നത് മറ്റൊരു മിസ്റ്റേക്കാണ്. മറ്റത് നമുക്ക് ഈ അസസ്മെന്റ് ഇയർ, അതുപോലെ ടാക്സ് ചെല്ലാനുമായിട്ട് ബന്ധപ്പെട്ട മിസ്റ്റേക്കുകൾ നമുക്ക് വരാം. മറ്റൊന്ന് ഈ ഒരു ITR നമ്മൾ വെരിഫൈ ചെയ്യേണ്ട ഒരു 30 ദിവസങ്ങളിൽ വെരിഫൈ ചെയ്യണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ITRുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റീഫണ്ട് നമുക്ക് കിട്ടാൻ കാലതാമസം എടുക്കും. ഒരുപക്ഷെ റീഫണ്ട് കിട്ടാതിരിക്കുന്നതിന് ഇത് കാരണമാകും. ഇനി അതല്ല, കൃത്യമായ സമയത്ത് നമ്മളിത് അടച്ചില്ലെങ്കിൽ വീണ്ടും ഇൻട്രസ്റ്റും ഒക്കെ ടാക്സിന് ഇൻട്രസ്റ്റും ഒക്കെ കൊടുത്ത് വീണ്ടും അത് അടയ്ക്കേണ്ടി വരും. ഇനി നമുക്ക് എന്തെങ്കിലും ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ചെയ്യുന്നവർക്ക് ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് നഷ്ടപ്പെടും. വരുന്ന വർഷങ്ങളിലൊക്കെ പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് ഇത് തട്ടിക്കഴിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ലേറ്റ് ഫയലിന് പെനാൽറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ പെനാൽറ്റി ഒഴിവാക്കാനും ഇത് സഹായിക്കും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ITR 1-ലാണ് ഇപ്രാവശ്യം നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഷോർട്ട് ടൈം ട്രേഡ് അല്ലെ സ്വിംഗ് ട്രേഡ് ഒക്കെ ചെയ്യുന്നവർ ITR 2 അല്ല ITR 3 അവരുടെ ഇൻകവും ബാക്കിയുള്ള കാര്യങ്ങളും അനുസരിച്ചുള്ള ITR ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ കൃത്യമായിട്ട് ഏത് ITR ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക. ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അക്കാര്യത്തിലും വിളിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.